തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തൃശൂരിൽ പൂർത്തിയായി. 19 ലക്ഷത്തിലധികം വോട്ടർമാരാണ് സമ്മതിദായക അവകാശം രേഖപ്പെടുത്തിയത്. ജില്ലയിൽ പോളിംഗ് ശതമാനം 72.27% പിന്നിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനും ചൂരിനും വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പരിസമാപ്തിയായി. ഇനി ജനവിധി അറിയാനുള്ള ചെറിയ ഇടവേള മാത്രമാണ് ബാക്കിയുള്ളത്. തൃശൂർ ജില്ലയിൽ ആകെയുള്ള 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ മൊത്തം 7208 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജില്ലയിലെ ആകെ വോട്ടർമാരായ 27,36,817 പേരിൽ 19,90,388 പേർ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പോളിംഗ് ശതമാനം 75-ലെത്തിയിരുന്നു. ഇത്തവണ നേരിയ കുറവുണ്ടെങ്കിലും ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. തൃശൂരിൽ ആകെയുള്ള 7 നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭയിലായിരുന്നു. 77.02% ഇവിടെ രേഖപ്പെടുത്തി. ആകെയുള്ള 16 ബ്ലോക്ക് പഞ്ചായത്തിൽ 76.94% പോളിംഗ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ രേഖപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷനിൽ 61.24%, ജില്ലാ പഞ്ചായത്തിൽ 73.48% പോളിംഗ് രേഖപ്പെടുത്തി. ജില്ലയിൽ ഒന്ന് രണ്ടിടത്ത് ഉപകരണങ്ങൾ കുറച്ചു സമയം പണിമുടക്കിയെങ്കിലും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ പിടിച്ചടക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണിയുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇടതുപക്ഷ ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ മികവുറ്റ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.